ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ എയറും കൂടെ കയറുമ്പോഴാണ് പ്രത്യേകിച്ചും വൈറൽ ഗ്യാസ് ഉണ്ടാവുന്നത്. അതുപോലെ കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, അതൊരു കാരണമാണ്. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ നമ്മൾ വെള്ളം കൂടെ കുടിക്കുകയാണെങ്കിലും ആഹാരം ദഹിക്കില്ല. അങ്ങനെ വന്നാലും നമുക്ക് ഗ്യാസ് ഉണ്ടാവും. എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഉടനെ വ്യായാമം ചെയ്താലും നമുക്ക് ഗ്യാസ് ധാരാളം വയറിലുണ്ടാവും. ഫൈബർ അടങ്ങിയ ആഹാരം ധാരാളം കഴിച്ചു കഴിഞ്ഞാലും വരാം. ഒരു ദിവസം നമുക്ക് വേണ്ടത് ഒരു 18 മുതൽ 30 ഗ്രാം ഫൈബർ മാത്രമാണ്. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പെപ്സി, കൊക്കോകോള പോലുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും കുടിക്കാതിരിക്കാൻ നോക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഇതുപോലെ ഗ്യാസ് വയറിനകത്ത് ധാരാളം വരാം. പിന്നെ ചായ അമിതമായി കുടിക്കുന്നതും കാപ്പി അമിതമായി കുടിക്കുന്നു, പ്രത്യേകിച്ചും ആഹാരത്തിനോടൊപ്പം കുടിക്കുകയാണെങ്കിൽ അത് കാരണവും ഗ്യാസ് ധാരാളം ഉണ്ടാവും. പിന്നെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വയറ് നിറച്ച് കഴിക്കുക. പ്രത്യേകിച്ചും ഹൈ ഫാറ്റ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ആഹാരം ദഹിക്കാതെ നമുക്ക് ഗ്യാസ് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.